ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എല്ലാവർക്കും സുഖമാണോ? പഠിക്കാനൊക്കെ തുടങ്ങിയോ? ക്ലാസ്സിൽ വരുന്നില്ല എന്ന് വിചാരിച്ച് ആരും പഠിക്കാതിരിക്കരുത്. ഓക്കെ, നമ്മൾ ആദ്യത്തെ കവിത പഠിച്ചു കഴിഞ്ഞു. കവിതയുടെ ആദ്യത്തെ 8 വരികൾ നിങ്ങൾ മനഃപ്പാഠമാക്കണം. മറ്റ് പാഠാനുബന്ധ പ്രവർത്തനങ്ങൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം നമ്മുടെ പുസ്തകത്തിൻ്റെ 7ാമത്തെ പേജിലുണ്ട്. ആൽബം തയ്യാറാക്കുക. 1 മാസം കൊണ്ട് തയ്യാറാക്കിയാൽ മതി. അതായത് പുസ്തകത്തിൽ തന്നിരിക്കുന്ന കവികളെക്കുറിച്ച് ഷോർട്ടായിട്ട് എഴുതുക, ചിത്രം ഒട്ടിക്കുക. ആൽബം നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. അത് നോട്ട്ബുക്ക് എഴുതുന്ന കാര്യത്തിലായാലും അസൈൻമെൻറ്റ് ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. സിസ്റ്റം വീണ്ടും ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും പുസ്തകം വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ വന്ന് വാങ്ങണം. പുസ്തകമില്ലാതെ എങ്ങനെയാണ് നമുക്ക് മലയാളം വായിക്കാനും എഴുതാനും കഴിയുക? ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2 ആഴ്ച കഴിയുമ്പോൾ സിസ്റ്റർ ആദ്യത്തെ പാഠം ടെസ്റ്റ് പേപ്പർ ഇടും. 1 ആഴ്ച കൊണ്ട് നമ്മുടെ നോട്ട് കംപ്ലീറ്റ് ആകും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്. എക്സാം ഇടുന്നതിൻ്റെ തലയാഴ്ച പരീക്ഷയുടെ കാര്യം സിസ്റ്റർ ഓർമ്മപ്പെടുത്തിയേക്കാം. അപ്പോൾ പിന്നെ പഠിക്കാൻ മറക്കില്ലല്ലോ. സിസ്റ്റർ ഇന്ന് പുതിയ പാഠത്തിലേക്ക് കടക്കുന്നില്ല. സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക. ഓക്കെ, താങ്ക് യു.